സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെക്കുറിച്ചാണ്. 2024 BJPയെ എതിരിടാൻ ശക്തമായൊരു മുന്നണി എന്ന മട്ടിലാണ് ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടത്. 24 തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തെ ഒരു പരിധി വരെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് നിതീഷ് കുമാറിൻ്റെ JDU ഇപ്പോൾ BJP സഖ്യത്തിലാണ്. ഉത്തർപ്രദേശിൽ ദീർഘകാലമായി മതനിരപേക്ഷ സഖ്യത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ ലോക്ദൾ, ചൗധരി ചരൺ സിംഗിൻ്റെ മകൻ അജിത് സിംഗ് രൂപം നൽകിയ രാഷ്ട്രീയ ലോക്ദൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജയന്ത് ചൗധരിയാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളത്. ആ പാർട്ടി ഇപ്പോൾ മതനിരപേക്ഷ സഖ്യം ഉപേക്ഷിച്ച് BJP സഖ്യത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു. NDAയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 ഭാരതരത്ന പുരസ്കാരങ്ങളിലൂടെയാണ് ഈ മാറ്റങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ BJP കൈവരിച്ചിരിക്കുന്നത്. ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയതിലൂടെ JDUവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ഉത്തർപ്രദേശിൽ ചൗധരി ചരൺ സിംഗ് എന്ന പഴയ പ്രധാനമന്ത്രിക്ക് ഭാരതരത്നം സമ്മാനിച്ചുകൊണ്ട് ജയന്ത് ചൗധരിയുടെ പാർട്ടിയെ NDAയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്താണ് NDA സഖ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ അറ്റ് ലാർജ് R രാജഗോപാലാണ്. സ്വാഗതം സാർ ഇൻസൈറ്റിലേക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ മുൻപ് ഇന്ത്യ സഖ്യം കുറെ കൂടെ ശക്തമായ ഒരു ബദലായി നമ്മുടെ മുമ്പിലുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന് പറയാവുന്നൊരവസ്ഥയായോ? ഇല്ല, ചെറിയ സെറ്റ് ബാക്സ് ഉണ്ടെന്ന് പറയാമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ബംഗാളിൽ നമ്മളൊരു പൂർണ്ണമായ ഒരു സഖ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നാവുമായിരുന്നു, അതൊരു വളരെ നല്ല കാര്യമായിരുന്നു. അല്ല, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തൃണമൂലും കൂടെ 3 പേരും കൂടെ ഒരുമിച്ച് വളരെ സാധ്യത കുറവായിരുന്നു. കേരളത്തിലും ഇല്ലായിരുന്നു. പിന്നെ ബീഹാറിൽ തീർച്ചയായിട്ടും ഒരു സെറ്റ് ബാക്ക് ആണ്. പക്ഷേ ഇത് സെറ്റ് ബാക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നാഷണൽ മീഡിയ പറയുന്ന നെറേറ്റീവിന്റെ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സെറ്റ് ബാക്ക് തന്നെയാണെന്ന് നമുക്ക് തീരും. പക്ഷേ ഈ രാമക്ഷേത്രത്തിനെ കുറിച്ച് ഇത്രയും വലിയൊരു ഫ്രീ പബ്ലിസിറ്റിയും സ്പെക്ടക്കിളും ഇത് കിട്ടിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അവർ നരേന്ദ്രമോദി തൊടുന്നതെല്ലാം സ്വർണ്ണമാകുന്നു, പൊന്നാകുന്നു എന്നുള്ളപ്പോഴും ഈ നറേറ്റീവ് കൊള്ളപ്പോഴും എന്തുകൊണ്ടാണ് നിതീഷിനെ പോലെ ഒരാളെ നരേന്ദ്രമോദിക്ക് വേണ്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ചവാനെ പോലെ ഒരാളെ നരേന്ദ്രമോദിക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ് RLD പോലൊരു പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ മുഴുവൻ സീറ്റും തൂത്തുവാരും എന്ന് പറഞ്ഞാൽ മോദി കണക്ക് വെച്ചാണ് പറഞ്ഞത് 335 വളരെ വ്യക്തമായിട്ട് 400-ൽ കൂടുതൽ NDAക്ക് എന്ന് പറയുന്ന അദ്ദേഹം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ അവിടെ എന്തോ ഒരു ആത്മവിശ്വാസ കുറവില്ലേ അവർക്ക്? അങ്ങനെ അതോ അല്ലെങ്കിൽ പക്ഷെ സാധാരണ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരും BJP പറയുന്ന അങ്ങനെയല്ല, BJPക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഓൺ പാർട്ടിയാണ്. അതായത് 1% പോലും ഒരു ചാൻസ് അവർക്ക് ഇപ്പൊ 100 മുഴുവൻ 530 എല്ലാ സീറ്റ് കിട്ടുന്നുണ്ടെങ്കിലും അവർ 1% പോലും പിന്നോട്ട് നിൽക്കാറില്ല, പൂർണ്ണമായിട്ടും മുന്നോട്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ അമിത്ഷാ പോലെ നമ്മൾ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് തന്നെ വിഴുങ്ങേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞാണ് നിതീഷ് കുമാറിനെ ഒരു പ്രശ്നത്തിലും തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ള കാര്യം പറയാം. അപ്പൊ അത് വിഴുങ്ങി എടുക്കേണ്ടി വരുന്നു. ഇവിടെ ഈ RLD നമ്മുടെ കർഷക സമരത്തിൽ എന്തൊക്കെയാണ് ഇവരെ അങ്ങോട്ട് കൊണ്ട് വിളിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഇവര് ടെററിസ്റ്റ് എന്നും മറ്റേതെന്ന് ആന്റി നാഷണൽ. അപ്പൊ ഇതൊന്നും അതുപോലെ പൃഥ്വിരാജ് ചവാന്റെ വളരെ ഒരു സിഗ്നലാണ്. അതായത് 2014 കോൺഗ്രസിനെതിരെ കറപ്ഷൻ ഇതിൽ ഉന്നയിച്ചത് ഏറ്റവും വലിയൊരു ഇത് ആദർശ് സ്കാം എന്ന് പറഞ്ഞ ആദർശ് ഫ്ലാറ്റ് ഇതിന്റെ ഇത് അശോക് ചവാൻ അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ അശോക് ചവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള. ഇപ്പം ഞാൻ ഈ ബീഹാറിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സെറ്റ് ബാക്ക് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ആത്യന്തികമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് നിതീഷ് കുമാർ ഇങ്ങനെ അദ്ദേഹത്തിന് തോന്നുമ്പോഴെല്ലാം ഇങ്ങനെ ചൂടുമാറ്റം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 6% വരെ വരുന്ന അദ്ദേഹത്തിന്റെ ഒരു ലോയൽ വോട്ട് ബാങ്കിനെ കൊണ്ടുപോകാൻ ഇത്തവണയും കഴിയുകയാണെങ്കിൽ അത് വളരെ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് അവരെങ്ങനെ പോകുന്നത് എന്നുള്ളൊരു വളരെ സീരിയസ് ആയിട്ടൊരു. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ ഫ്ലോസ് ഓപ്പോസിറ്റ്, പ്രത്യേകിച്ച് കോൺഗ്രസ്
2004 തൊട്ട് 2014 വരെ അധികാരത്തിൽ ഇരുന്നപ്പോൾ അവര് തീർച്ചയായിട്ടും അവഗണിച്ച ഒരു സമൂഹം എന്ന് പറഞ്ഞ OBC എന്ന് പറയുന്ന അത് അവര് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ സബിന് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും OBC എന്നൊരു ഇതിനെ അവർ തീർച്ചയായിട്ടും അവഗണിച്ചു. അത് രാഹുൽ ഗാന്ധി ഇപ്പൊ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അപജയം. അപ്പൊ ഞാൻ പറയുന്നത് ഈ ലോങ് ടേം ആയിട്ട് പലപ്പോഴും ചില പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു പ്രൈസ് ആണ്. പക്ഷെ ഇപ്പോഴും നമ്മളിപ്പോ ഈ ബീഹാറിൽ സംഭവിക്കുന്ന മുമ്പെയോ അല്ലെങ്കിൽ RL പോകുന്നതിന് മുമ്പെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ നിൽക്കുന്നു. നരേന്ദ്രമോദി ഇപ്പൊ ഒരു ഭരത്രത്ന ഇപ്പൊ 100 ഭരത്രത്ന കൊടുത്താലും ഈ രാഷ്ട്രീയ പശ്ചാത്തലം ഒട്ടും മാറുന്നില്ല, അതുപോലെ നിൽക്കുന്നു. ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിൽ ഒരു ഇഞ്ച് പോലും അതിൽ മാറുന്നില്ലാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം, ഇന്ത്യ ടുഡേയുടെ സർവേ എല്ലാവരും അതിനെ പറയുന്നുണ്ട് 335 സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ പോലും അതിനകത്തുള്ള മൈക്രോ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ പോലും 50% കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഇല്ല BJPക്ക്. ഒരു കാര്യത്തിൽ പോലും 37, 38 അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചില്ല എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ ജീവിതം കൂടുതൽ പരിതകരമായി എന്ന് പറയുന്നവരാണ് മെജോറിറ്റി ആ ഇതിൽ പോലും. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വർഗീയത പോലെയുള്ള ഒരു വൈകാരികമായ ഒരു പ്രശ്നത്തിന് രാഷ്ട്രീയമായി നേരിടുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഫീൽഡ് ഓപ്പൺ തന്നെയാണ്. അത് അവസാന നിമിഷം വരെ പൊരുതുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഇതിനെ കൊണ്ട് ഇങ്ങനെയുള്ള സെറ്റ് ബാക്സ് ഉണ്ടാവും. ഇത് ഇപ്പോഴത്തുള്ള തുടങ്ങിയ ഒരു സ്ട്രാറ്റജി അല്ല. 2004 പോലും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ BJP അന്ന് ഈ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും സുനിശ്ചിതമായി കാർഗിൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞുള്ള അതിന്റെ ഒരു ഇത് പിന്നെ ഇന്ത്യ ഷൈനിങ് എന്നുള്ള ഇന്ത്യയിൽ പ്രോസ്പർ എന്ന് പറയുന്ന സമയത്ത് പോലും ഇത് BJP ഒരു ടാക്ടിക് ആയിരുന്നു. ഓരോ ദിവസവും ഒരു റിട്ടയർഡ് മേജർ ജനറലിനെയോ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറിനെയോ ഇങ്ങനെ അത് ഡൽഹിയിൽ ആ ഓഫീസിൽ എന്നോ ഒരു പതിവായിരുന്നു വൈകുന്നേരം. എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം ഈ നരേറ്റീവ്, അതായത് മറ്റുള്ളവരെല്ലാവരും കുഴപ്പത്തിലാണ്, എല്ലാവരും പ്രതീക്ഷ കൽപ്പിക്കുന്ന BJPയിലാണ് എന്നൊരു നരേറ്റീവ് കൊണ്ടുവരാൻ കൊടുക്കുന്ന ഒരു തന്ത്രം കൂടിയാണിത്. അപ്പൊ അത് മാധ്യമങ്ങളും കൂടി കുറച്ചും കൂടെ ഒന്ന് പക്ഷെ അത് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. മാധ്യമങ്ങൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് വെച്ച് ഓരോ ദിവസവും എന്തോ ഭയങ്കര കുഴപ്പമാണ്, ആളുകൾ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് അത്ര ഞാൻ പറയുന്ന രാഷ്ട്രീയമായി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഭാരതത്തിന് കൊടുക്കുന്നത് കൊണ്ടോ മറ്റത് കൊണ്ടോ മാറുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഒക്കെ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കോൺഗ്രസിനകത്ത് അത് അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ നിലവിലുള്ള പല നേതാക്കൾക്കും ഒട്ടും തീർച്ചയായും അപ്രിയനായ ഒരാളാണ് അവിടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് വന്നത്. പക്ഷെ അദ്ദേഹം വന്നത് ഇലക്ഷൻ വഴി 50% കൂടുതൽ വോട്ട് കിട്ടിയതാണ് കൊണ്ടുവരണം വന്നത്. പക്ഷെ ആ വോട്ട് കിട്ടാൻ കാരണം രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസിന്റെ ലീഡർഷിപ്പും ആണ് അദ്ദേഹത്തിന്റെ പിന്നിലെന്നുള്ള ഒരു മെസ്സേജ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ അതൊരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് നമുക്ക് തോന്നാം. 50% വോട്ട് കിട്ടി, അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ആക്കും. പക്ഷെ അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ കാരണം ഇലക്ഷന് മുമ്പ് തന്നെ കോൺഗ്രസിൽ നിന്ന് വളരെ മെസ്സേജ് പോയിരുന്നു, ഇതൊരു ഔദ്യോഗിക കാൻഡിഡേറ്റ് ആണ് എന്ന്. അങ്ങനെയുള്ള അതപ്പോ ജനാധിപത്യത്തിന്റെ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അതിനെ ഒരു അണ്ടർമൈൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ആദ്യമേ ഞങ്ങൾ ഇത് അദ്ദേഹത്താണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ഷൻ നടത്തുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ അപ്പൊ ഞാൻ കണ്ണടച്ചിരുട്ടാക്കൽ കോൺഗ്രസ് അതും ചെയ്യാൻ പാടില്ല. പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യണം. കർണാടകത്തിൽ പ്രശ്നങ്ങളുണ്ട്. കർണാടകത്തിൽ പലരും പറയുന്നത് BJP മോശമായിട്ട്, ഞാനത് വിചാരിക്കുന്നില്ല. കാര്യം കർണാടക എപ്പോഴും നിയമസഭാ ഇലക്ഷനും ലോക്സഭ ഇലക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. വീണ്ടും അവിടെ ഈ പോളറൈസേഷന് വേണ്ടിയുള്ള കാര്യങ്ങളോട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ സമയം വേസ്റ്റ് ചെയ്യാതെ ഉള്ള സമയത്ത് കഴിയുന്നത്ര ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുക എന്നുള്ള അതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ദിവസവും ഇത് കൂടുതൽ നമ്മൾ പലപ്പോഴും പണ്ടെങ്ങോ കേട്ട് മറന്നുപോയ പല മുഖങ്ങളും നമ്മൾ ഇനി കാണേണ്ടി വരും. കേരളത്തിലും എനിക്ക് നല്ല സർപ്രൈസ് തോന്നുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു വാർത്ത, അത് ഹെഡ്ലൈൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ അതിലും നമ്മൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അതിനകത്തൊന്നും കൂടുതൽ അതിനെക്കുറിച്ച് പെട്ടേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ RLDയുടെ കാര്യം സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുറച്ച് ദിവസങ്ങളായല്ലോ NDAയിലേക്ക് പോയിട്ട്, ഇന്നലെ ട്രസ്റ്റ് വോട്ട് നേടുകയും ചെയ്തു. RLDയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നു. അതിന് മുമ്പും പിമ്പുമായി നടന്ന നെഗോഷിയേഷൻസ് വളരെ പെട്ടെന്ന് ജയന്ത് ചൗധരി NDAയിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് പറയുമ്പോൾ ഈ പടിഞ്ഞാറൻ UP ആണ് RLDയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടുത്തെ ജാട്ട് വോട്ടുകളാണ് അവരെ
സഹായിക്കുന്നത്. ചൗധരി ചരൺ സിംഗിൻ്റെ കാലത്ത് ജാട്ട് വോട്ടിനൊപ്പം മുസ്ലിം വോട്ടുകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച പിൽക്കാലത്ത് കണ്ടു. പക്ഷേ ആ വോട്ട് ബാങ്ക് RLDക്ക് അത്രത്തോളം ഭദ്രമായി ഇപ്പോൾ കൈവശമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അതോടൊപ്പം അവിടെ കർഷകരുടെ വലിയ രോഷം നമ്മൾ കാണുന്നുണ്ട്, കർഷകരുടെ പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പം അവിടുത്തെ കർഷകർ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ RLDയെ അങ്ങോട്ട് കൊണ്ടുപോയത് കൊണ്ട് മാത്രം ഈ വെസ്റ്റേൺ UP എന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവനായി ഏകപക്ഷീയമായൊരു മത്സരമായി മാറും എന്നുള്ളൊരു നറേറ്റീവിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത്, താങ്കൾ ചോദിച്ച വളരെ നല്ല ഇത് നമ്മൾ പക്ഷെ പലപ്പോഴും നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറയുന്നവർ ഇതൊന്നും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ വലിയൊരു കർഷക സമരം ഡൽഹിയിൽ ഇന്നിപ്പോ നടക്കുകയാണ്, ഈ ചർച്ച. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ ഈ RLDയെ വന്നതുകൊണ്ട് അത് അവര് അതിനെ ഓവർ ഷാഡോ ചെയ്യാനാണ് ശ്രമിച്ചെങ്കിൽ അതെനിക്ക് നടക്കുന്നു തോന്നുന്നില്ല. അത് മാത്രമല്ല, ബീഹാറിൽ പോലും നമ്മൾ പലപ്പോഴും ഇപ്പൊ ഇന്നലെ ഇന്ത്യയിലെ പല ഭാഗത്ത് എനിക്ക് തോന്നുന്നു 7 സംസ്ഥാനങ്ങളിൽ വളരെ പ്രബുദ്ധമായ ഒരുപാട് ജനപങ്കാളിത്തമുള്ള ഒന്ന് EVM എതിരെ ഏകദേശം 5 ലക്ഷം വക്കീലന്മാർ പ്രകടനം നടത്തി. ബീഹാറിൽ ടീച്ചർമാരുടെ വലിയൊരു സമരം നടക്കുന്നുണ്ട്. അത് കശ്മീരിലെ ലേയിൽ സംസ്ഥാനത്ത് വേണ്ടി സമരം നടക്കുന്നുണ്ട്. ഇങ്ങനെ പല സമരങ്ങൾ പല സ്ഥലങ്ങളിൽ. പലപ്പോഴും പക്ഷെ നമ്മൾ ഈ ഖത്തറിൽ അവരെ നേവിക്കാരെ മോചിപ്പിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ആഹ്ലാദം തരുന്നത്. തീർച്ചയായിട്ടും നല്ല വാർത്ത തന്നെയാണ്. പക്ഷെ അത് ഇത്രയും വലിയൊരു ഗവൺമെന്റ് അച്ചീവ്മെന്റ് എടുത്ത് കാണിക്കേണ്ടതുണ്ടോ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമരങ്ങളെ കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബഹുജന സമരങ്ങൾ സൂചിപ്പിക്കുന്നത് എവിടെയൊക്കെയോ ചില ഡിസ്കണ്ടന്റ് ആളുകളുടെ. അപ്പൊ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികളെ സംഘടിപ്പിക്കുന്നതല്ല. ഇതെല്ലാം സിവിൽ സൊസൈറ്റിയോ അല്ലെങ്കിൽ ലോബിയിങ് പ്രഷർ ഗ്രൂപ്പ്സോ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെയോ ചില ഡിസ്കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് ടാപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഇങ്ങനെയുള്ള RLD പോയതുകൊണ്ട് എത്ര വോട്ട് നഷ്ടപ്പെടും എന്നതിനെ കുറിച്ച് തലപ്പുണ്ണാക്കാതെ ഒപ്പോസിഷൻ ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ച് ഈ ഡിസ്കണ്ടന്റ് ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അത് എനിക്ക് തീർച്ചയായിട്ടും അതിന് സമയമുണ്ട്. നമ്മൾ ഇങ്ങനെ എല്ലാം വൈകിപ്പോയി സമയം വേസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള നരേറ്റീവ് അവരുടെ ഉദ്ദേശം ഇലക്ഷൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരെ മനസ്സ് മടുപ്പിച്ച് തോൽവി സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടിയുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ റൈറ്റ്. ഈ അവസാനം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ ജയൻ ചൗധരിയുടെ മാറ്റത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ സോക്കോൾഡ് നാഷണൽ മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചതിന് ശേഷം മാറുന്നു എന്നുള്ള നറേറ്റീവാണ് ഈ സോക്കോൾഡ് നാഷണൽ മീഡിയയിൽ നമുക്ക് ജനറലി കിട്ടുക. അശോക് ചവാൻ്റെ കാര്യത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അതായത് ഇനി കോൺഗ്രസിൽ ഭാവിയില്ല എന്ന് തീരുമാനിക്കുകയും BJPയിലേക്ക് ചേർന്നാൽ കിട്ടാനിടയുള്ള സാധ്യതകൾ മുന്നിൽ കാണുകയും ചെയ്യുന്നു എന്ന മട്ടിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവരവരുടെ സാധ്യതകൾ തേടുന്നുണ്ടാവാം. നിതീഷ് അദ്ദേഹത്തിൻ്റെ സാധ്യത തേടുന്നുണ്ടാവും, ജയൻ ചൗധരി അദ്ദേഹത്തിൻ്റെ സാധ്യത തേടുന്നുണ്ടാവും, അശോക് ചവാൻ അദ്ദേഹത്തിൻ്റെ സാധ്യത തേടുന്നുണ്ടാവും. ഇപ്പോൾ പോകുകയില്ലയോ, 3 കേസുണ്ട്. അതുപോലെ കമൽനാഥ് അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന കമൽനാഥൻ അദ്ദേഹത്തിൻ്റെ സാധ്യത. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരിക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളെ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമായി ഫോർമുലേറ്റ് ചെയ്യാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. അല്ല തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന, ഇപ്പൊ ഒരു തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി പോയി പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് തൊഴിലില്ല എന്ന്? ഈ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് അറിയാം. പക്ഷെ അതിന് സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇങ്ങനെ അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ വർഗീയതയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, തൊഴിലില്ലായ്മയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൊഴിലില്ലാത്ത എല്ലാ യുവാക്കൾക്കും അറിയാം. പക്ഷെ അതിന് എന്ത് ബദല് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അതെനിക്ക് തോന്നുന്നു ഇലക്ഷനോട് അടുത്ത് വരുമ്പോഴേക്ക് ആ നരേറ്റീവെല്ലാം സ്വയം രൂപപ്പെടും. ഞാൻ അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ, പക്ഷെ അത് എന്ത് ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ ഒക്കും എന്നൊരു അങ്ങനെ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ഇത്. അതുപോലെ ആർക്കാണ് കൂടുതൽ വിശ്വാസയോഗ്യത? അപ്പൊ എല്ലാവരും പറയുന്നു നരേന്ദ്രമോദിയാണ് ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നതെന്ന്. അപ്പൊ അതിനിപ്പം എന്താ തെളിവ് എന്ന് നമുക്കറിയില്ല. വിശ്വാസം കൊണ്ടാണോ അവർ വോട്ട് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും? ഞാൻ തീർച്ചയായിട്ടും കരുതുന്ന ഈ വർഗീയത വോട്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലാതെ എന്ത് വിശ്വാസം? അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യം സാധിച്ചായിട്ട് നമുക്ക് അറിയാമോ? ഈ ഒരു ഗ്യാസ് വീട്ടിൽ കൊടുക്കുക എന്നുള്ളതല്ല ഒരു പ്രധാനമന്ത്രിയുടെ
അത് മാത്രമല്ല അതെന്തോ അതൊക്കെ നമ്മുടെ ഒരു പഴയ ഈ ജന്മി നിലപാട്. അതായത് ഒരു സർക്കാർ ഗ്യാസ് കൊടുക്കുന്ന നമ്മുടെ അവകാശമാണ്. നമ്മുടെ ടാക്സിന്റെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഇത് കൊടുക്കുന്ന നമ്മുടെ അവകാശമാണ്. അത് ആരുടെ ഔദാര്യമല്ല. അതെന്തോ നരേന്ദ്രമോദി ഭയങ്കര നമ്മുടെ വീട്ടിൽ വന്ന് ഗ്യാസ് കത്തിച്ചു തന്നു എന്ന് പറയും പോലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു ഇലക്ഷൻ അടുത്ത് വരുന്തോറും ഈ കാര്യങ്ങൾ കൂടുതൽ തെളിമ കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ ഇങ്ങനെ കൂടുതൽ ഇപ്പൊ പ്രശ്നം നേരിടുന്നവരെ തന്നെ അവരോട് പറയാൻ കാര്യം 2004 ആലോചിച്ചു. നമ്മൾ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ഇതൊരു വളരെ സൈലന്റ്, സോണിയാഗാന്ധിയുടെ വളരെ സൈലന്റ് ക്യാമ്പയിൻ. നമ്മളന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റിസൾട്ട് വരുന്നത്. പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് സംഭവം ഉണ്ടായ ശേഷം മോർണിംഗ് ആഫ്റ്റർ വിസ്ഡം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വളരെ വാദോടെ സംസാരിക്കും ഇത് ശേഷം. അതേസമയം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അന്ന് ആ ഇലക്ഷൻ റിസൾട്ട് വരും വരെ ഒരു മനുഷ്യൻ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എന്ന് മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു വലിയൊരു ഇലക്ഷൻ റിസൾട്ട് ഇടയ്ക്ക് ഒരു 2 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ എല്ലാ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് മുകേഷ് അംബാനി സോണിയാഗാന്ധിയെ കൊണ്ടുപോയി കണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇലക്ഷൻ ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. മുകേഷ് അംബാനിക്ക് ആര് ജയിക്കുന്ന അറിയാനുള്ള അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ വെറുതെ ആളുകൾക്ക് ആവശ്യമില്ലാത്ത മഹത്വവും ആവശ്യമില്ലാത്ത ഇന്റലിജൻസും കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞത് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു അത് പലപ്പോഴും ഓപ്പോസിഷന് വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. എന്നല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന് രാഹുൽ ഗാന്ധിയുടെ ന്യായ് സ്കീം എന്നുള്ളത് അത് കോൺഗ്രസ്സുകാർ പോലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യം. അത് പിന്നീട് യൂണിവേഴ്സൽ ബേസിക് സ്കീം, ഇൻകം സ്കീം, അത് തന്നെയാണ് മോദി ഈ 6000 രൂപ ഫാമേഴ്സ് കൊടുക്കുന്നത്. അത് ഒറിജിനൽ ഐഡിയ കോൺഗ്രസിന്റെ ഇതായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ അപ്പൊ ഇങ്ങനെയുള്ള നറേറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വേറൊരു വലിയൊരു പ്രശ്നം കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു ഗ്രാസ് റൂട്ട്സ് ലെവലിൽ ആളുകൾ ഉണ്ടോ, പലയിടത്തും ഉണ്ടോ എന്നൊരു വലിയൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കർണാടകത്തിൽ ഇപ്പൊ വെല്ലൂട് കർണാടക എന്ന് പറഞ്ഞ വലിയൊരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുള്ള കുഴപ്പം നമ്മൾ കൂടുതൽ അതിൽ ഹോപ്പ് വരുന്നുള്ളതാണ്. അവര് സംഭവം പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ സിവിൽ സൊസൈറ്റി വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ. അപ്പൊ കേരളത്തിൽ അതിന്റെ ഒരു ആവശ്യമില്ല. കാര്യം നമ്മുടെ ഇവിടെ വളരെ ശക്തമായ ഒരു UDF-ഉം LDF-ഉം ഉള്ളത് കൊണ്ട് സിവിൽ സൊസൈറ്റിക്ക് അത്ര മറ്റു കാര്യങ്ങളിലാണ്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ പുറത്ത് പല സ്റ്റേറ്റിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും നമ്മൾ ആശ കൈവിടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ. ഇത് പറയുമ്പോഴേ നമ്മൾ ഇപ്പോൾ ബീഹാറിൽ വേറൊരു ഉദാഹരണമുണ്ട്. ഈ തൊട്ട് മുമ്പത്തെ മഹാഗഡ്ബന്ധൻ സർക്കാരിൽ വരുന്നതിന് മുമ്പുള്ള ഇലക്ഷൻ, ആ ഇലക്ഷനിൽ തേജസ്വി യാദവ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിലൊന്ന് ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ ആയിരുന്നു. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രകടനപത്രികയിൽ, ആ പാർട്ടിയുടെ പ്രകടനപത്രികയിൽ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ഈ മഹാഗഡ്ബന്ധൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഭാഗമായി തൊഴിൽ നൽകിയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള കണക്കുകളൊക്കെ അന്ന് പ്രസിദ്ധീകരിച്ചു. ദാറ്റ് മീൻസ് ഇത് ചെയ്തു കാണിക്കാനും ഇത് ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത് എന്ന് തെളിയിക്കാനും ഒക്കെയുള്ള മാതൃകകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാൻ അതൊക്കെ ഫോമുലേറ്റ് ചെയ്യേണ്ട സമയമായില്ലേ? അത് വൈകുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന നറേറ്റീവുകൾക്ക്, അതായത് ഇന്ത്യ മുന്നണിയിൽ ആകെ പ്രശ്നങ്ങളാണ്, അവിടെ നിന്ന് ആളുകൾ പോവുകയാണ്, നേതാക്കൾ കൊഴിഞ്ഞു പോവുകയാണ് എന്ന നറേറ്റീവിന് കുറെ കൂടെ ബലം നൽകാൻ സഹായകമാവുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും ഒരു പെർസെപ്ഷൻ പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ഇന്ത്യ മുന്നണിയാണോ കുറ്റം പറയേണ്ടത്, നമ്മുടെ മാധ്യമങ്ങളെ മറ്റുള്ളവരാണോ കുറ്റം അങ്ങനെ ചോദ്യം ചെയ്യേണ്ടെന്നൊരു ഇതുണ്ട്. അപ്പോ ഇതിനകത്താണ് അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇന്ത്യ മാധ്യമം എന്ത് ചെയ്താലും അവരുടെ ഞാൻ ജോലി ചെയ്യുന്ന പത്രം ഉൾപ്പെടെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവരിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ഇവരിനകത്ത് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ ഇപ്പൊ പലരും പറയുന്ന ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത് ഇപ്പൊ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വേറെ മാർഗമില്ല. അല്ലാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും?
ഇപ്പൊ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി ഒരു ഫോർമുലേറ്റ് ചെയ്തിരിക്കട്ടെ. ഇത് ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ള എങ്ങനെ എത്തിക്കും? നേരിട്ട് തന്നെ എത്തിക്കുക എന്നുള്ള വേറെ മാർഗ്ഗമില്ല. കാര്യം മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്നുകിൽ തന്നെ വളച്ചൊടിക്കും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പൊ OBC പറയുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണെന്ന് പറയാതെ, ഇതൊക്കെ ഒരു തെളിവും ഇല്ലാതെ അത് കാര്യം ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണെന്ന് പറയാനും കാര്യം മധ്യപ്രദേശിൽ വർക്ക് ചെയ്തല്ലേ. പക്ഷെ മധ്യപ്രദേശിൽ വർക്ക് ചെയ്യാനായിട്ട് ആയിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ തെറ്റ് സമ്മതിച്ച് അത് തിരുത്തണം എന്ന രീതിയിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്തൊരു പ്രൊപ്പോസലാണ് ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ്. കാര്യം അത് ബേസിക് ഒരു എക്കണോമിക് നീഡാണ്. ഡേറ്റ ഇല്ലാതെ നമ്മൾ എങ്ങനെ പോളിസി ഫോർമുലേറ്റ് ചെയ്യും? അപ്പൊ അതിനകത്ത് ഒരു രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ പുച്ഛിക്കുക. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ എനിക്കറിയില്ല. അപ്പം പീപ്പിൾ ആർ ട്രൈങ് ടു രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഡയറക്ട്ലി ട്രൈങ് ടു റീച്ച് ഔട്ട്. അതിൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യട്ടെ. മറ്റുള്ളവരും അങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പൊ ഒരു നാഷണൽ നറേറ്റീവ് ഉണ്ടായെന്നിരിക്കട്ടെ, നമ്മൾ ഏത് മാധ്യമമായിരിക്കും ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ആരും പബ്ലിഷ് ചെയ്യില്ല. അല്ലെങ്കിൽ പത്രങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാശ് കൊടുത്ത് വെറുതെ ഫ്രണ്ട് പേജിൽ ഇപ്പൊ ക്ഷേത്രത്തിനെ കുറിച്ച് എത്രയോ പരസ്യങ്ങൾ നമ്മൾ കണ്ടു. അത് നമ്മുടെ പൈസ ഉപയോഗിച്ചാണ് ക്ഷേത്രം. എല്ലാ പത്രങ്ങളും, ഈ പറയുന്ന സെക്യുലർ പത്രങ്ങളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യാൻ അപ്പോസിഷന്റെ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡയറക്റ്റ് ഇത് തന്നെ നല്ലതാണ്. അപ്പം നടക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളത് അറിയണമെന്നില്ല. അതുപോലെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നമുക്കൊരു അത് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ഒക്കെ പറയുന്നവർക്ക് ഒരു നാഷണൽ പ്ലാറ്റ്ഫോം ഉണ്ട്, മറ്റുള്ളവർക്ക് ഒരു നാഷണൽ വോയിസ് ഇല്ല എന്നുള്ളൊരു വളരെ പരിതാപകരമായ ഒരു സത്യമാണ് ഇപ്പോൾ. ബട്ട് ഈ റീജിയണൽ വോയിസസ് അത് കുറെ കൂടെ ശക്തമാണ്. ഇപ്പോൾ മമതാ ബാനർജി ഉണ്ട്, സ്റ്റാലിൻ ഉണ്ട്, കേരളത്തിൽ ലെഫ്റ്റ് ഉണ്ട്, കേരളത്തിൽ ലെഫ്റ്റും LDFും UDFും ഉണ്ട്. അതുപോലെ മറ്റ് റീജിയണൽ ഫോഴ്സസ്, ഈ ഫോഴ്സസിൻ്റെ കുറെ കൂടെ പ്രകടമായ ചില ഇടപെടലുകൾ ഈ സഖ്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സമരം, കേരളത്തിലെ സർക്കാർ നടത്തിയ ഒരു സമരം ഡൽഹിയിൽ ഇറങ്ങേറി. അതിൽ AAPയുടെ 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. ഒരു വിഭാഗം ദേശീയ മാധ്യമങ്ങളെങ്കിലും ഈ ശബ്ദം, അതായത് ഈ ഒരുമയുള്ള ശബ്ദം ഒരു പുതിയ പ്രതിരോധത്തിൻ്റെ മാർഗമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രാദേശിക കക്ഷികളുടെ കുറെ കൂടെ സജീവമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവശ്യമാണ് എന്ന് തോന്നുന്നു. പക്ഷേ അത് അത്രത്തോളം ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പ്രാദേശിക ശക്തികളെ കുറ്റം പറയില്ല. അത് ഇപ്പൊ കേന്ദ്രത്തിൽ നടന്ന സമരം അതിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പങ്കെടുക്കേണ്ടായിരുന്നു, നിസ്സംശയം പറയാം. അത് പക്ഷേ കേരളത്തിലെ ഈ 20 സീറ്റിന്റെ ഒരു വളരെ നാരോ ആയിട്ടുള്ള കൺസെൻട്രേഷൻ വെച്ച് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ആരാണ് BJPക്ക് കൂടുതൽ എതിര് എന്ന്, ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നുള്ള ഒരു മത്സരമാണല്ലോ മെയിൻ ഇപ്പൊ നടക്കുന്നത്. ആരാണ്? അപ്പൊ അതിനുവേണ്ടി ഒരു നാരോ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ആ സമരത്തിൽ പങ്കെടുക്കുന്നത് വലിയ തെറ്റാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇതിലെപ്പോഴും മുൻകൈ എടുക്കേണ്ടത് ഒരു ഏറ്റവും വലിയ പാർട്ടി, ഇതിനകത്ത് ഇപ്പൊ ഓപ്പോസിഷനിലുള്ള ഏറ്റവും വലിയ പാർട്ടി തീർച്ചയായിട്ടും നാഷണൽ പാർട്ടി കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ് ആണ് മുൻകൈ എടുത്ത് ഈ ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അല്ലാതെ അവര് വിളിച്ച് കോൺഗ്രസ് പോവുകയല്ല വേണ്ടത്. കോൺഗ്രസ് സ്വയം വിളിച്ചില്ലെങ്കിലും ചെന്ന് പങ്കെടുത്ത്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അത് ഒരു പെർസെപ്ഷനെ ഫൈറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഇപ്പൊ അന്ന് കോൺഗ്രസും കൂടെ അവിടെ ആലോചിച്ചു. കാരണം താങ്കൾ പറഞ്ഞ പോലെ 2 മുഖ്യമന്ത്രി വന്ന് വരുന്നതിനോട് ഇത്രയും ഒരു ഇത് കിട്ടി. കോൺഗ്രസും കൂടെ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് MPമാരും അല്ലെങ്കിൽ പ്രാദേശിക ഇപ്പൊ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈവൻ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഖർഗെ പോയിരുന്നെങ്കിലും ആ കിട്ടുന്ന ഒരു സാധാരണ ജനങ്ങൾക്കിടയിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു സെക്യുലർ ഫ്രണ്ടിനെ ഉറ്റുനോക്കുന്ന അത്രയൊന്നും വലിയ രാഷ്ട്രീയ ആക്റ്റീവ് അല്ലെങ്കിലും ഒരു സെക്യുലർ മനസ്സുള്ള അവർക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. അപ്പം അവരുടെ അങ്ങനെയുള്ള വികാരങ്ങളെ പൂർണ്ണമായിട്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് വളരെ വളരെ നാരോ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ഈ 20 സീറ്റ് അതിനു വേണ്ടിയാണ് മാറി നിന്നത്. തീരെ ശരിയായില്ല. ഇപ്പൊ ഇതിനകത്ത് മാക്സിമം കോൺഗ്രസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേടാൻ പോകുന്നത് എന്താണ്? 20 സീറ്റ്. ആ 20 സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്ത് കിട്ടിയാലും അത് ഇന്ത്യ അലയൻസും തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വളരെ പെറ്റി ആയിട്ടുള്ള ആ വാക്ക് തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് ചെയ്ത് ഒട്ടും ശരി. അത് അതിനകത്ത് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. അതിനകത്ത് വെറും പ്യുവർ സെൽഫിഷ് ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നുള്ള അത് തെറ്റായ കാര്യം. അതിപ്പോ മമതാ ബാനർജി അവിടെ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇന്നലെ സ്മിത നേരിട്ട് സന്ദേശ് ഖാലി എന്ന സ്ഥലത്ത് അതില് മെയിൻ അക്യൂസ്ഡ് എന്നുള്ളത് അയാളുടെ പേര് ഷാജഹാൻ എന്നാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു അതായത് വർഗീയമായി പോളറൈസ് ചെയ്യപ്പെടുന്ന ഒരു ശക്തി. അപ്പൊ അവിടെ
മമതാ ബാനർജി ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും മമതയുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും സംഭവിക്കും. പക്ഷെ സംഭവിച്ച ശേഷം ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതാണ് അവരുടെ ടെസ്റ്റ് യാഡ് സ്റ്റിക്ക്. അപ്പൊ അവരെ കൊണ്ട് നേരെ രീതിയിൽ ആക്ഷൻ എടുക്കുക. പക്ഷെ അത് രാഷ്ട്രീയപരമായി BJPക്ക് അത് മുതലെടുക്കാൻ സഹായിക്കാതിരിക്കുക എന്നുള്ള ഇങ്ങനെ പല സ്ഥലങ്ങളിലും, തമിഴ്നാട്ടിലായാലും എവിടെയായാലും കൂടെ അത് പലപ്പോഴും അത് ഞാൻ കോൺഗ്രസിന്റെ ഒരു പരാജയമായിട്ട് ആണ് കരുതുന്നത്. പക്ഷെ അതിന് മറുപടിയായിട്ട് കോൺഗ്രസിലുള്ള ചില നേതാക്കന്മാരും മറ്റ് പുറത്തുള്ള ചില ഒബ്സർവേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നത് ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല, അതുകൊണ്ടാണ് കോൺഗ്രസ്. പക്ഷെ അത് വിശ്വാസം, അത് നമ്മൾ അതിന് നേരത്തെ ഒരാളുടെ മനസ്സ് കൂട്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക എന്നുള്ളതാണ്. ശേഷം ഇലക്ഷന് ശേഷം എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ആർക്കും അങ്ങനെ ഈ ഒരു മാൻഡേറ്റിനെ ബിട്ര ചെയ്ത് അവർ BJPയോട് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. റൈറ്റ്. അവസാനമായിട്ട് ഈ ബംഗാളിലേക്ക് വരണം എന്ന് വിചാരിക്കുന്നത്. ബംഗാളിലെ സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസും CPM-ഉം ഒരുപക്ഷെ അലയൻസിൽ മത്സരിച്ചേക്കാം, തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കാം, BJPയും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ള സാധനം ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു സിറ്റുവേഷൻ. ഈ BJP കഴിഞ്ഞ തവണ 18 സീറ്റിൽ, ഇപ്പോൾ ലോക്സഭയിലേക്ക് 18 സീറ്റ് നേടിയ സംസ്ഥാനമാണ്. അതൊരു വലിയ വിജയമായിരുന്നു അവരെ സംബന്ധിച്ച്. ഇത് കേരളത്തിലെ പൂർണ്ണമായിട്ട് നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ്. അതെ, ആ 18 സീറ്റ് നമ്മുടെ ഇവിടുത്തെ 20 സീറ്റിനെ അത് ന്യൂട്രലൈസ് ചെയ്തു ശരിക്കും പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ബംഗാളിലെ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഊർജിതമാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിനെ ചെറുക്കാൻ ഈ പറയുന്ന പാർട്ടികൾ ഏത് വിധത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഈ രണ്ട് ആസ്പെക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബംഗാളിലെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ? അല്ല, ബംഗാളിൽ തീർച്ചയായിട്ടും മുൻതൂക്കം മമതാ ബാനർജിക്ക് തന്നെയാണ്, സംശയമില്ല. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 2019 നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല BJP ഇത്ര വലിയ നേട്ടം ഉണ്ടാകുന്നത്. അത് നരേന്ദ്രമോദിയുടെ മാത്രം പേഴ്സണൽ വിജയമായിരുന്നു. തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയുടെ അതിനുശേഷം 2021 പക്ഷേ നടന്ന അസംബ്ലി ഇലക്ഷനിൽ അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. കാരണം മോദിയും വളരെ കഠിനമായി ശ്രമിച്ചെങ്കിലും അസംബ്ലി ഇലക്ഷനിൽ ഇപ്പം വോട്ട് ചെയ്തുകൊണ്ട് മോദിക്ക് പ്രത്യേക ഗുണമൊന്നുമില്ല, അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പൊ വീണ്ടും മോദിയുടെ എത്രമാത്രം പ്രഭാവം അവിടെ വരുന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. അപ്പോ പിന്നെ തൃണമൂല് പറയുന്നത്, ഇപ്പൊ തൃണമൂലും കോൺഗ്രസും ലെഫ്റ്റും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആന്റി മമത വോട്ട് മുഴുവൻ ഒരുമിച്ച് അങ്ങ് BJPയിലോട്ട് പോകും. അതേസമയം അവര് 3 ത്രികോണ സമരത്തിൽ പലപ്പോഴും മമതയ്ക്കായിരിക്കും നേട്ടം. കാര്യം ആന്റി മമത വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് BJPക്ക് പോകുന്നതിന് വരും കുറച്ച് ഇപ്പുറത്തും കൂടെ പോകുന്നത് കൊണ്ട് അവർക്ക് ഗെയിൻ ചെയ്യാം. ഇതൊരു തിയറിയാണ്. ഇത് അസംബ്ലി ഇലക്ഷനിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് മമതയ്ക്ക് വരും. പക്ഷെ ലോക്സഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീർച്ചയായില്ല. പക്ഷെ ഇന്നലത്തെ സ്മൃതി ഇറാനി നേരിട്ട് ഇടപെടുത്തിയ പ്രസ് കോൺഫറൻസും അവിടെ നടത്തിയ അലിഗേഷൻസും വളരെ വൈകാരികപരമായ പല എക്സ്പ്ലോസീവ് എന്ന് തന്നെ പറയാവുന്ന പല അലിഗേഷൻസും ഇത് സൂചിപ്പിക്കുന്നത് BJPയുടെ വീണ്ടും ആ പോളറൈസേഷൻ എന്നുള്ള ഒരു പ്ലാങ്കിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം അത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുന്ന പറയാൻ എനിക്ക് ആർക്കറിയാം. 2019 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല BJPക്ക് ഇത്ര സീറ്റ് കിട്ടുന്നുള്ള കാര്യം. അത് പക്ഷെ ഇങ്ങനെ പോളറൈസേഷൻ ചെയ്യുന്നതിന്റെ അർത്ഥം അവരുടെ ഉള്ളിലെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളിലും അത്രയൊന്നും അവരുടെ ആളുടെ ഇടയിൽ അനക്കം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ വീണ്ടും ഈ പോളറൈസേഷന്റെ വല്ലതും BJP അത്ര കോൺഫിഡന്റ് അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് പിന്നെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. റൈറ്റ്. വളരെയധികം നന്ദി ഞങ്ങളോട് ഈ സഖ്യത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.